ആര്യ രാജേന്ദ്രനെ വെളുപ്പിച്ചുകൊണ്ടിപ്പോ സകല സഖാക്കന്മാരും ഇപ്പൊ കൂട്ടത്തോടെ രംഗത്തെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പില് അതേപോലെ തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പില് സഖാക്കന്മാര് തന്നെ എടുത്ത് ആറ്റിലെറിഞ്ഞ ആര്യ രാജേന്ദ്രനെ പൊക്കിപ്പിടിച്ചിപ്പോ വലിയ പ്രചരണമാണ് കേരളത്തിൽ നടക്കുന്നത്. ജീവിതത്തിൽ ആദ്യമായിട്ട് ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കൂല. നന്ദിയുണ്ട് സാറേ, നന്ദി. ആര്യ രാജേന്ദ്രൻ തിരുവനന്തപുരം മേയറായി എത്ര മികച്ചത് ആയിരുന്നെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ എന്ന് പറഞ്ഞ് അവരുടെ ഫോട്ടോ വെച്ച് വലിയ രീതിയിൽ പ്രചരിപ്പിക്കുന്നു. ഞാനൊരു വലിയ സംഭവം അല്ലേ, വേറെ ആരും ഇല്ലെങ്കിൽ. കുടമൊക്കെ എടുത്ത് സമരം നടത്തിയവർ ഇന്നിപ്പോ പറയാണ് കുടിവെള്ളം ഞങ്ങളുടെ ഉത്തരവാദിത്തമല്ല. നിങ്ങൾ വീട്ടിൽ വെള്ളം തരുന്നതിൽ എവിടെയാണ് ബില്ലടയ്ക്കുന്നത്? ഒരു പ്രത്യേക മന്ത്രാലയത്തിലല്ലേ, വാട്ടർ അതോറിറ്റിയിലല്ലേ? അതുകൊണ്ട് നിങ്ങൾക്ക് വെള്ളം കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? നിങ്ങളെ വീട്ടിലെ ഇലക്ട്രിസിറ്റി കറണ്ടിന് നിങ്ങൾ എവിടെയാണ് ബില്ലടയ്ക്കുന്നത്? അത് ഇലക്ട്രിസിറ്റി ഓഫീസിലല്ലേ, പ്രത്യേക ഓഫീസല്ലേ? അപ്പോ കറണ്ട് കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു ബന്ധവും ഇല്ല. പഴമക്കാർ പറയും കണ്ണുള്ളപ്പോൾ കണ്ണിന്റെ വില അറിയില്ലെന്ന്. ചിലതൊക്കെ ചിലർ അനുഭവം കൊണ്ട് പഠിക്കട്ടെ. മാറാത്തത് മാറിയപ്പോൾ നാറ്റം സഹിക്കാൻ വയ്യ. അവറ്റകളുടെ കരച്ചിലേക്കാൻ തന്നെ എന്തൊരു സുഖം, എന്തൊരു സംഗീതാത്മകം. പാർട്ടിയും അവളും കൈക്കുമ്പിളിൽ കാത്ത ഒരു നഗരം ഇന്ന് കൈവിട്ടു പോകുന്നത് ജനം തിരിച്ചറിയുന്നു. അതിച്ചിരി കൂടുതലല്ലേ? ആദ്യം തലസ്ഥാന നഗരം മാലിന്യ കൂമ്പാരമായി മാറി, പിന്നീട് നഗരത്തിലെ വഴിവിളക്കുകൾ ഓരോന്നായി അണഞ്ഞു. ഇപ്പോൾ ഇതാ കുടിവെള്ളം വരെ മുട്ടേരിക്കുന്നു. നന്ദിയുണ്ട് BJP, ജനങ്ങൾക്ക് സഖാവ് ആര്യയെ പഠിക്കാൻ ഒരവസരം കൊടുത്തതിന്. മേലിൽ നീ വായനശാലയിൽ പുസ്തകം വായിച്ചോണ്ടിരുന്ന നിന്റെ കണ്ണി ഞാൻ കുത്തിപ്പൊട്ടിക്കും. ഓ, എന്റെ കയ്യിൽ എസ് മോഡൽ കത്തിയില്ലാതായി പോയി. ഇങ്ങനെ സകലതിനും ഞങ്ങൾക്ക് ഉത്തരവാദിത്വമില്ല. ഈ കസേര കയറിയിരുന്ന് നഗരസഭയുടെ ഖജനാവിലേക്ക് വരുന്ന ഫണ്ട് അതെടുത്ത് പുട്ടിയിട്ട് നേരെ ദൂർത്തടി നാട്ടിലെ എല്ലാ ആരാധനാലയങ്ങളിലും പോയി ഫോട്ടോഷൂട്ട് നടത്തുക, ഇതൊക്കെയാണ് ഞങ്ങളുടെ അടുത്ത 5 വർഷത്തെ പ്രധാനപ്പെട്ട പരിപാടികൾ. നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല. വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. അതെ, ആ കസേരയിലിരുന്ന് മികച്ച രീതിയിൽ ആര്യ കാര്യങ്ങൾ ചെയ്തു. ഇത്രത്തോളം ഗുരുതരമായ ഒരു പ്രശ്നവും അവർ ഉണ്ടാക്കിയില്ല. പ്രായം കൊണ്ട് ചെറിയ ആളായിരുന്നെങ്കിലും പ്രവൃത്തി കൊണ്ട് അവർ രാജേഷിനേക്കാൾ മികച്ച കഴിവുറ്റ സ്ത്രീയാണെന്ന് തെളിയിക്കപ്പെട്ടിരുന്നില്ലായിരുന്നു. മോനെ രാമദാസ, നിന്റെ അച്ഛൻ നാരായണൻകുട്ടി ചേട്ടൻ ഇത്രയും എടുക്കില്ലേ? അന്ന് നിങ്ങൾക്ക് ഇത്രത്തോളം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അന്ന് ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട അഴിമതി, ഇവർ ഉന്നയിച്ച അഴിമതികളിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഇതുവരെ ഒരു FIR എങ്കിലും ഇടാൻ കഴിഞ്ഞു? അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു തെളിവുകൾക്ക് പുറത്തുവിടാൻ കഴിഞ്ഞു? ഇത്രയും കാലം ഉണ്ടാകാത്ത ആ കുടിവെള്ള പ്രശ്നം ഇത്രത്തോളം രൂക്ഷമാക്കിയത് ഇപ്പോൾ സർക്കാരിന്റെ ഉത്തരവാദിത്തമാണത്രേ. അതായത് പണി അറിഞ്ഞൂടാത്തവൻ എവിടെ കയറിയിരുന്നാലും ഇതൊക്കെ സംഭവിക്കുന്നേ ഉള്ളൂ. മുതലാളിക്ക് വിവരമില്ലെന്ന് നാട്ടുകാർ പറയാറുണ്ടെങ്കിലും അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തെളിയിക്കരുത്. എന്നിട്ട് കുറ്റം മുഴുവൻ അടുത്ത ആളുടെ തലയിൽ ചാരി എനിക്കൊന്നും ഉത്തരവാദിത്തമില്ല എന്ന് പറയുന്ന മേയറുടെ കഴിവുകേട് എന്താണെന്ന് നാട്ടുകാർക്ക് ഇനിയെങ്കിലും മനസ്സിലാക്കാം. എന്ത് ചോദിച്ചാൽ അയ്യോ ഞാനല്ലേ, അത് അവരാണെന്ന് പറയുന്ന അങ്ങനെ ഒരു വാചകം പറയാൻ മേയർ കസേരയിൽ ഇരിക്കുന്ന വ്യക്തിയായിട്ട് VV രാജേഷ് അതപ്പതിച്ചിരിക്കുകയാണ്. അന്ന് ആര്യ എന്തൊക്കെ ചെയ്തു എന്നും ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുന്ന കാര്യമെന്ന് പറഞ്ഞാൽ ഒന്നിനെക്കുറിച്ചും ഒരു ചുക്കും അറിയാത്തവർ കസേരയിൽ കയറിയിരുന്നപ്പോ തിരുവനന്തപുരം നഗരത്തിലെ ജനങ്ങളുടെ ജീവിതം ദുരിതപൂർണമായി അല്ലെങ്കിൽ നരക തുല്യമായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആദ്യം തന്നെ പറയാനുള്ളത്, ഇതൊക്കെ തന്നെ നിങ്ങൾ ആദ്യം CPM നേതാക്കന്മാരെ ഇവരുടെ ഭർത്താവിനെ ഉൾപ്പെടെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കണം. ഈ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് ഒരു പൊതുയോഗത്തിൽ ഒരു മൂലയിൽ മാറി ഒരു പാർട്ടിക്കാരി എന്ന പരിഗണന പോലും കൊടുക്കാതെ മാറ്റി നിർത്തിയത് CPMകാരല്ലേ, LDFകാരല്ലേ? സത്യം പറഞ്ഞ വിഷമം കൊണ്ട് ചത്താലോന്ന് വരെ തീരുമാനിച്ചതാ. ഒരു മൂലയിലേക്ക് ആര്യ രാജേന്ദ്രനെ ഒതുക്കിയത് കണ്ടിട്ട് യഥാർത്ഥത്തിൽ പാർട്ടിക്കാരല്ലാത്ത ആളുകളോ ഇത്രയും വേണ്ടിയിരുന്നോ എന്ന് ആളുകൾ തന്നെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. പാർട്ടിക്കാര്, അതായത് ശിവൻകുട്ടിയുടെ പൊതുയോഗത്തിൽ നിന്നൊക്കെ മാറ്റി നിർത്തിയിട്ട് ഒരാള് പോലും മൈൻഡ് വെക്കാതെ ഏറ്റവും ഒടുവില് തിരിഞ്ഞു നടന്നു പോകുന്ന വീഡിയോ ഒക്കെ വലിയ വൈറലാ. എന്തുകൊണ്ടാ? ഇനി പൊതുയോഗത്തിൽ തിരുവനന്തപുരത്ത് മാത്ര
ബാലുശ്ശേരിയിൽ ഇവരുടെ ഭർത്താവ് മത്സരിക്കുന്ന സ്ഥലത്ത് എത്ര പൊതുയോഗങ്ങളിൽ ഇവരെ പ്രസംഗിപ്പിച്ചോ, എത്ര പൊതുയോഗങ്ങളിലേക്ക് ഇവരെ വിളിപ്പിച്ചോ. അല്ല അത് പിന്നെ ഇവര് തലസ്ഥാന നഗരിയുടെ മേയർ സ്ഥാനത്ത് ഇരുന്ന ഒരു നേതാവല്ലേ? എന്തുകൊണ്ട് ഇടതുപക്ഷം CPM ഇവരെ വേദിയിലേക്ക് വിളിക്കാത്തത് എന്തുകൊണ്ടാ? ഈ പറയുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിച്ചു മുടിച്ചു എന്നുള്ളത് CPM LDF പോലും വിലയിരുത്തി. അത്രയ്ക്ക് മോശം അഭിപ്രായമാണ് എന്നെ പറ്റി. അത്രയ്ക്ക് മോശമല്ല, എന്നാലും വളരെ മോശം അഭിപ്രായമാണ്. ഇവരെ ഇപ്പൊ പൊക്കിപ്പിടിച്ച് നടക്കുന്ന സകല സഖാക്കന്മാരോടും എടുത്തു പറയാനുള്ളത്, നിങ്ങൾ ഇത് CPM ലീഡേഴ്സിനൊന്ന് പറഞ്ഞു മനസ്സിലാക്ക. ഒരിക്കലും അവരിത് മനസ്സിലാക്കൂല. നിർത്തി അങ്ങ് അവമാനിക്കുവാണെന്ന്. കാരണം CPM ലീഡേഴ്സ് കൃത്യമായിട്ട് മനസ്സിലാക്കി, ആര്യ രാജേന്ദ്രൻ കോർപ്പറേഷൻ ഭരിച്ച സമയത്ത് പല രീതിയിലുള്ള തട്ടിപ്പ് വെട്ടിപ്പൊക്കെ കോർപ്പറേഷനിൽ നടന്നു എന്നും ആ നടന്നതൊക്കെ കേരള ജനത തിരിച്ചറിഞ്ഞു എന്നുള്ളതും നിങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ മനസ്സിലാക്കിയിട്ടാണ് ഇവർക്ക് നിയമസഭാ സീറ്റ് പോലും കൊടുക്കാതിരുന്നത്. അപ്പോ സഖാക്കന്മാര് ജനങ്ങൾക്ക് മനസ്സിലായില്ലേ ഇപ്പൊ ആര്യയില്ലാത്തതിന്റെ വില എന്നൊക്കെ ചോദിച്ചാൽ ജനം പുച്ഛിച്ചു തള്ളും. ഇവര് പറയുന്നു വെള്ളം കൂടി മുട്ടി എന്നൊക്കെ. ഇതുമായി ബന്ധപ്പെട്ട് മേയർ VV രാജേഷ് ഒരു ചെറിയൊരു ഭാഗം പറഞ്ഞു, ഞാൻ ഇവിടെ നിന്ന് കൊടുക്കാം. അദ്ദേഹം പറയുന്നത്, മാധ്യമപ്രവർത്തകർ പരിശോധിച്ചാൽ അറിയാം, നാളിതുവരെ ഇല്ലാത്ത തരത്തിലുള്ള ഒരു ഇടപെടലാണ് ഈ പ്രശ്നം മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ കോർപ്പറേഷന്റെ ഈ ഭരണസമിതി ചെയ്തിട്ടുള്ളത്. ഇത്രത്തോളം ടാങ്കറുകൾ സൗജന്യമായി കുടിവെള്ളവുമായി നഗരത്തിന്റെ തലങ്ങും വിലങ്ങും ഓടുന്ന കാഴ്ച നാളിതുവരെ കണ്ടിട്ടില്ല. നീ ഒന്നും പണയണ്ട. ഇത് ഞാനൊരു പത്രത്തിൽ കണ്ടു, വലിയ ടാങ്കുകൾ പല സ്ഥലത്തും വയ്ക്കുമായിരുന്നു എന്ന് വാർത്ത കണ്ടു. ടാങ്കുകൾ വെച്ചാൽ അവിടെ പോയി എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി വീണ്ടും സംവിധാനം വേണം. അതുകൊണ്ട് ഞങ്ങൾ ചെയ്തത് ചെറിയ ടാങ്കറുകൾ, ഈ ടാങ്കുകൾ വയ്ക്കുന്നതിന് പകരം 20,000 ലിറ്ററിന്റെ ടാങ്കറുകൾ ഓരോ പ്രധാനപ്പെട്ട ജംഗ്ഷനുകളും ഇട്ടിട്ട് 2,000 ലിറ്ററിന്റെയും 5,000 ലിറ്ററിന്റെയും ചെറിയ ചെറിയ ടാങ്കറുകൾ ഇടറോഡുകളിൽ ഓടുന്ന സംവിധാനമാണ് ചെയ്തിരിക്കുന്നത്. ഞങ്ങളൊന്നും കാണുന്നുമില്ല, കേൾക്കുന്നുമില്ല. ഞങ്ങൾ ബധിരനും മൂകനുമാണ്. ടാങ്ക് വെച്ച് കഴിഞ്ഞാൽ വെള്ളം എടുക്കാൻ വേണ്ടി വലിയ വലിയ കണ്ടെയ്നറും കൊണ്ട് അവർ പോയി എടുക്കണമല്ലോ, വീണ്ടും അതിന്റെ സംവിധാനം വേണമല്ലോ. അത് ജനങ്ങളുടെ ചിലപ്പോൾ കാണില്ല. അതുകൊണ്ട് 20,000 ലിറ്ററിന്റെ ടാങ്കർ തന്നെ റോഡിലിട്ടിട്ട് എങ്ങോട്ടാണ് ആവശ്യം അതിലിട്ട് വിട്ടുകൊടുക്കുകയാണ്. അപ്പൊ അത്രത്തോളം ശുഷ്കാന്തിയോടെ കോർപ്പറേഷന്റെ ഉത്തരവാദിത്വം കോർപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇനിയും ചെയ്യും. നാളിതുവരെ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണസമിതി ഇത് ചെയ്തിട്ടില്ല. ഇതിനാണ് അവനവൻ പാരാന്ന് പറയുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷന് വെള്ളവുമായി ബന്ധപ്പെട്ട്, കുടിവെള്ളവുമായി ബന്ധപ്പെട്ട് കോർപ്പറേഷന്റെ ഫണ്ട് എടുത്ത് പരമാവധി സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. അതിനോട് പ്രസക്തിയില്ല. നമ്മുടെ കേരളത്തിൽ ഒരു ജലവകുപ്പ് മന്ത്രിയുണ്ട്, റോഷി അഗസ്റ്റിൻ. LDFന്റെ നേതൃത്വത്തിലുള്ള ഒരു മന്ത്രിയുണ്ട്. വാട്ടർ അതോറിറ്റി ബില്ലടിക്കുന്നത് സർക്കാരിലേക്കാണ്, കേരള സർക്കാരിലേക്കാണ്. നമ്മൾ കണ്ടതല്ലേ ആറ്റുകാൽ പൊങ്കാല സമയത്ത് പല സമയത്ത് വെള്ളം മുടക്കിയത്, കുടിവെള്ളം പോലും ഇടത് സർക്കാർ മുടക്കിയത് കേരള ജനത ഒന്നടങ്കം ചർച്ച ചെയ്തല്ലേ. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കുന്നത്?